ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും തന്നെ അവരെയൊക്കെ പിന്നെ വിദ്വേഷത്തിൻ്റെ പരിവേഷത്തിൽ ഭീതിപ്പെടുത്തി ആ ഭീതിയുടെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ റാങ്കിങ് കമ്മിറ്റിയിലുള്ള ആളുകളെയും അതേമാതിരി തന്നെ അവിടുത്തെ പ്രിൻസിപ്പലോ ആരാണ് അതിൻ്റെ അധികാരി എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇതേമാതിരി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആരായാലും ശരി ആ സംവിധാനങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിക്ക് നിർത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ കോളേജിലുള്ള അധ്യാപകർ അറിയില്ലേ, അതനുസരിച്ച് പ്രിൻസിപ്പൽക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെ അല്ലാതെ ഒരു കോളേജിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥലത്തുണ്ടെന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഒരുപാട് പല കോളേജുകളിൽ പഠിച്ച ആളുകളല്ലേ. അങ്ങനെ നമ്മളെ സംബന്ധിച്ചറിയാം, അവിടെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായാൽ തന്നെ അവിടുത്തെ അധ്യാപകർ എന്തായാലും അറിയും. കാരണം ഈ അധ്യാപകരുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധവും സ്നേഹവും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് നിലനിർത്തണമെന്നും പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ പറഞ്ഞു കൊടുക്കും, സാർ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതേ സമയത്ത് തന്നെ നടപടി സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭീതിയുടെ നിഴലിലായിരിക്കും. അവരോട് നമ്മൾ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഞങ്ങളാണ് സാർ ബുദ്ധിമുട്ടേണ്ടതെന്നാണ് നമ്മളോടൊക്കെ പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കുന്നതിന് അധ്യാപകരെ സംബന്ധിച്ചോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു അനോണിമിറ്റി, അതായത് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാത്ത രീതിയിൽ ആ സംഭവം പോലീസിൽ അറിയിക്കുക. പോലീസിൽ തന്നെ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി നിർബന്ധമാണ്. ആ കമ്മിറ്റി ഇതേമാതിരി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ വർഷവും ഇതേമാതിരി ആൻറ്റി റാങ്കിങ് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്നും അവിടുത്തെ ഓരോ സംഭവങ്ങളെ സംബന്ധിച്ച വിവരം അവർ കോളേജിൽ നിന്നും അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഇൻ്റലിജൻസ് കളക്ഷനിലൂടെ അവരത് മനസ്സിലാക്കണമെന്നും അതിന് സത്വരമായി നടപടിയെടുത്തതും അതുപോലെ തന്നെ അക്രമരഹിതമായ റാഗിംഗ് രഹിതമായ ഒരു ക്യാമ്പസ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതിന് എല്ലാ സംവിധാനങ്ങളും അവർക്കുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ശ്രീ അനിൽ നിമ്പാർ ചോദിച്ചതിൻ്റെ ഉത്തരം. കാരണം അവർക്കതിൻ്റെ താല്പര്യമില്ല. അത് ചെയ്യണമെങ്കിൽ ആർക്കാണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകളെ കുട്ടികൾക്ക് എന്തായാലും താല്പര്യമുണ്ട്. കാരണം പഠിക്കാൻ വരുന്ന കുട്ടികൾ 50% ശ്രീ മോഹൻദാസ് പറഞ്ഞിരുന്നു. അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് 75% 80% പിള്ളേർ പഠിക്കാൻ വരുന്ന പിള്ളേരാണ്. ആ പഠിക്കാനില്ലല്ലേ ഇതേമാതിരി ഈ രാഷ്ട്രീയം കളിക്കാൻ വരുന്ന കുട്ടികളില്ല. അതുപോലെ നമ്മുടെ ഈ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ഏത് രീതിയിലാണ് വിദ്യാർത്ഥികൾ ജനാധിപത്യക്രമം പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിവക്ഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള സംവിധാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ സാധിക്കാത്തത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ തകരാറാണ്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേമാതിരി കുട്ടികളെ അടുത്ത കേഡറായിട്ടുണ്ടാകുകയും അവർക്ക് വരുതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സംവിധാനം. ഇതെന്തായാലും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കുട്ടികളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയത്തിലെ സീനിയർ ലീഡേഴ്സ് ഇതൊക്കെ നോക്കട്ടെ. കുട്ടികൾ ഈ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പൊതു രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് ഇവർ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും അവരെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ സർവത്ര കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഈ പക്വതകളല്ലാത്ത മിക്കവാറുമുള്ള ആളുകൾ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണല്ലോ അധികം ഉണ്ടാകുന്നത് പഠിക്കുന്നതിൽ. പിന്നെ 21 വയസ്സാകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകും. പിന്നെ പ്രൊഫഷണൽ കോളേജിലാകുമ്പോൾ അധികം ആളുകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അപ്പോൾ 21 വയസ്സാകുന്നതിന് മുമ്പുള്ള 18 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള ഇതേമാതിരിയുള്ള ഈ കുട്ടിക്കുരങ്ങന്മാരുടെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിവേകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കില്ല. നിയമമുണ്ട്, നിയമത്തിനകത്തുള്ള നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം ക്ലിപ്തമായിട്ടുണ്ട്. എന്നിരുന്നിട്ടും 300-ലധികം റാഗിംഗ് കേസുകൾ നമ്മൾ 9 അല്ലെ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അതിൻ്റെ ഒരു എങ്ങനെ വന്നാലും ഒരു 10 ഇരട്ടിയും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അധികം സ്ഥലത്തും എന്താ ചെയ്യുന്നത്, ഇത് പ്രശ്നമാകും, പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്തും കാലും കൈ പിടിച്ച് എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനെ എല്ലാവരും സഹായിക്കും. അതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ വില ആവർത്തിക്കാതിരുന്നാൽ മതി. ഒരു സംഭവം ഉണ്ടായി ഇതേമാതിരി ഇത് സാധാരണ സംഭവമാണ്. ഇതൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ട് നിഷ്ഠൂരമായിട്ടൊരു പ്രവൃത്തി ചെയ്തിട്ട് അവരെ സംബന്ധിച്ചുള്ള അവരെ ലാഘവത്തോടുകൂടി പോലീസ് കൈകാര്യം ചെയ്യും. DYSPയുടെ ആദ്യത്തെ പത്രക്കാരുമായിട്ട് അതിനെ സംബന്ധിച്ച് ഈ കേസിനെ സംബന്ധിച്ച് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ആൾക്കൂട്ടി ആക്രമണമാണ്, ഇതിനാണ് പരസ്യ വിചാരണയാണ്. ആ നഗ്നനായിട്ട് നിർത്തിയതിന് ശേഷം 130-ലധികം കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് ആ കുട്ടിയെ മർദ്ദിച്ചിരുന്നു, ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു. ഇതൊക്കെ ആ DYSPയുടെ നാവിൽ നിന്ന് പുറത്തു വന്നാണ്. അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ
എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ പോസ്റ്റിലിരിക്കാൻ അർഹനല്ല. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അയാളുടെ പദവിക്കിരിക്കണമെങ്കിൽ അയാൾ ചെയ്യുന്ന സത്യസന്ധമായി ജോലി ചെയ്യണമെന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിയമപരമായിട്ട് വിധേയത്വം. അതിന് വിപരീതമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയരുത് എന്നുള്ള പോട്ടെ, അങ്ങനെ സത്യസന്ധമായ കാര്യം പറഞ്ഞേച്ച് അത് കഴിഞ്ഞ് അത് അങ്ങനല്ല എന്ന് പറയുമ്പം ആ മനുഷ്യനെയൊക്കെ എങ്ങനെ വിശ്വസിക്കുക? അങ്ങനെയുള്ള ആളുകളൊക്കെ പോലീസ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ ആഭാസകരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഉത്തേജനം നൽകുന്നത് അവരാണ് ഇവർക്ക് വേണ്ടി പരിപോഷക സംവിധാനമായിട്ട് പോലീസിൻ്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ മാറുന്നു എന്നുള്ളതും ഇതിനകത്ത് വളരെയുണ്ട്. ഈ നിയമത്തെ സംബന്ധിച്ച് നിയമം അതിൻ്റെ കരാളഹസ്തത്തിനോട് കൂടി പ്രവർത്തനക്ഷമമാതിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നിയമത്തിൻ്റെ കാർക്കശ്യം കണ്ടാൽ മനസ്സിലാകും. ആ ക്യാമ്പസ് ഇലയനങ്ങാൻ, ഈ റാഗിങ് സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഇലയനങ്ങാൻ പോലും സാധിക്കില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും.